തുല്യനീതിയും പൗരന്റെ അവകാശങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്. ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും പൊരുളും ഭരണവർഗങ്ങളുടെ കണ്ണെത്താ ദൂരങ്ങളിൽ ജീവിക്കുന്ന അബല മനുഷ്യരുടെ പിടിവള്ളി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്തായ കാവൽ രേഖ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷം തികയുകയാണ്. നവംബർ 26 ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടന വിഭാവനം ചെയ്തു. ഓരോ പൗരനും നീതിയും സമത്വവും ഉറപ്പുവരുത്തണമെന്ന് ഭരണഘടന അടിവരയിട്ടു. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഭരണഘടനയുടെ ആദ്യ ആമുഖത്തിന്റെ ഭാഗമായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസം ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം പിടിച്ചു. ഇതുവരെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിട്ടുള്ള ഏക ഭേദഗതിയായിരുന്നു ഇത്. രണ്ട് വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് എഴുതി തീർത്തതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനാ അസംബ്ലി യോഗങ്ങളിൽ പലതരം ചർച്ചകളും തിരുത്തിയെഴുതലുകളും നടന്നു. രാജ്യത്തിന്റെ പരമോന്നത നിയമസംഹിത എഴുതിക്കൂട്ടുന്നതിന് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ കണ്ണും കരുത്തുമായി നിന്നു. അംഗീകാരം ലഭിച്ചതിനും പ്രാബല്യത്തിൽ വന്നതിനും ഇടയിലുള്ള 2 മാസക്കാലം ഭരണഘടനയുടെ കരടിന്റെ വിശദമായ വായനയ്ക്ക് മാറ്റിവെച്ചു. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. ജാനുവരി 24 ഭരണഘടനയുടെ 2 കൈയെഴുത്ത് പ്രതികളിൽ ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പലകുറി പല രൂപത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ രാജ്യത്തിന്റെ കരുത്തുറ്റ ഭരണഘടന തന്നെ. റിസർച്ച് ഡെസ്ക് 24.